SRS Metal Industries, ഒരു ISO സർട്ടിഫൈഡ് സ്ഥാപനം, കാഞ്ഞിരക്കോട്, വടക്കാഞ്ചേരി. ഫോൺ 9847783798 9645 988 നബാർഡ് ഫണ്ട് 25 കോടി രൂപ ലാപ്സാക്കിയ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ കൗൺസിലർ ജോയൽ മഞ്ഞില. ഇതിന് കാരണക്കാരായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിശ്വാസ്യതയുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസിയാണ് നബാർഡ്. അപ്പോൾ ഇത്തരം ഒരു ഏജൻസിയുടെ ഒരു മേജർ പ്രൊജക്റ്റിലേക്ക് എന്തുകൊണ്ട് നഗരസഭ പ്രൊപ്പോസൽ കൊടുത്തില്ല? അത് കൃത്യമായിട്ടുള്ള മറുപടി പറയണം. അതുപോലെ തന്നെ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇരിക്കുന്ന നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധി കൂടിയായിട്ടുള്ള MLA മറ്റ് നിയോജക മണ്ഡലങ്ങളിൽ നിന്നും കത്തുകളൊക്കെ അതത് MLA കൊടുക്കുമ്പോൾ ഈ നിയോജക മണ്ഡലത്തിലെ MLA കൂടെ ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. അതിനുശേഷമാണ് സ്വാഭാവികമായിട്ടും കേന്ദ്ര ഫണ്ടാവുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഒരു കേന്ദ്ര ഫണ്ട് വരുമ്പോൾ അത് MP മുഖേന വരുമ്പോൾ ആയിരിക്കാം, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ക്രെഡിറ്റ് എടുക്കുമോ എന്നുള്ള പേടി കൊണ്ടാണോ നഗരസഭ ഇത് കൊടുക്കാത്തതെന്ന് സംശയിച്ചു പോവുകയാണ്. വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് ലഭ്യമായിരുന്ന നബാർഡ് ഫണ്ട് 25 കോടി രൂപ നഗരസഭയുടെ അനാസ്ഥ കൊണ്ട് ലാപ്സായി പോയി. നിരവധി തവണ ഇത് നഗരസഭയുടെ കൗൺസിൽ യോഗത്തിൽ സൂചിപ്പിച്ചിട്ടും അങ്ങനെയൊരു ഫണ്ടിനെക്കുറിച്ചും ഇത് ലാപ്സായതിനെക്കുറിച്ചും ഒരു ചർച്ചയ്ക്കും നഗരസഭാ ചെയർമാൻ തയ്യാറായില്ലെന്നും അവർ ആരോപിച്ചു. ചെയർമാൻ ഒരു പ്രസ് കോൺഫറൻസിലോ മറ്റോ ഈ നടപടികളൊക്കെ നിഷേധിക്കുകയും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞതായിട്ടും കേട്ടു. പക്ഷേ ഞാൻ വീണ്ടും അപ്പോൾ മെമ്പറിനോട് ചോദിച്ചാൽ ഇങ്ങനെയുണ്ടല്ലോ ചെയർമാൻ പറഞ്ഞതായിട്ട് റിപ്പോർട്ടുകൾ കണ്ടുവല്ലോ. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം രേഖ എടുത്തിട്ട് ടൈമിൽ ഇത് പ്രസൻറ്റ് ചെയ്തിട്ടില്ല എന്നും മെമ്പർ ഇത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ ഒരു വോട്ടർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ വോട്ടേഴ്സ് എന്ന നിലയ്ക്ക് ഈ 29th ഡിവിഷനിലെ വോട്ടർമാർക്ക് അറിയാൻ അവകാശമില്ലേ? അപ്പോൾ ഏതാണ് അതിൽ ശരി? നിങ്ങളുടെ മെമ്പറിനെ വിശ്വസിക്കണോ ചെയർമാനെ വിശ്വസിക്കണോ? ഈ ഫണ്ടിനെ കുറിച്ച് നഗരസഭയ്ക്ക് വന്ന ഇമെയിൽ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യാനുള്ള അവസാന തീയതി, റിമൈൻഡർ, ഫണ്ട് ലാപ്സായ വിവരം മുതലായ കാര്യങ്ങൾ കൗൺസിലിൽ പ്രതിപക്ഷ കൗൺസിലർ ജോയൽ മഞ്ഞില അവതരിപ്പിച്ചുവെങ്കിലും പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ നാടകമായി മാത്രമേ ചെയർമാനും ഉദ്യോഗസ്ഥരും കണ്ടുള്ളൂ എന്നും അവർ പറഞ്ഞു. എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നാടകം കളിക്കുകയാണെന്നും സമൂഹ മാധ്യമങ്ങളിലും മറ്റും നഗരസഭയെ മോശമാക്കി ചിത്രീകരിക്കാൻ പ്രതിപക്ഷ കൗൺസിലർമാർ കണ്ടെത്തിയ പുതിയ തന്ത്രമാണ് ഇതെന്നും പറഞ്ഞുകൊണ്ട് ചെയർമാൻ കൗൺസിൽ യോഗത്തിൽ രോഷാകുലനാവുകയായിരുന്നു. നിരവധി അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ കേരളത്തിലെ നമ്പർ 1 എന്ന് അവകാശപ്പെടുന്ന വടക്കാഞ്ചേരി നഗരസഭയ്ക്കെതിരെ പ്രതിപക്ഷ കൗൺസിലർമാർ ഉന്നയിക്കുന്ന ബാലിശമായ ഒരു കാരണമെന്ന് പറഞ്ഞ് വളരെ ലാഘവത്തോടു കൂടിയാണ് ചെയർമാനും ഉദ്യോഗസ്ഥരും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുടെ ഈ ഫണ്ടിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളെ കണ്ടത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു ഫണ്ട് ലാപ്സാക്കുകയും കൗൺസിലിനെയും പൊതുജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ രാജിവെക്കണമെന്നും ഇതിന് കാരണക്കാരായവർക്കെതിരെ കർശന നടപടി സർക്കാർ സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ കൗൺസിലർ ജോയൽ മഞ്ഞില ആവശ്യപ്പെട്ടു. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് പാർട്ടിയുമായി സംസാരിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു അടിയന്തര യോഗം വിളിക്കുവാനായിട്ട് നഗരസഭയോട് ആവശ്യപ്പെടുന്നുണ്ട്. കൃത്യമായിട്ടുള്ള രേഖാമൂലം അവർ പറയണം എന്ത് കാരണം കൊണ്ട് അത് ചെയ്തില്ല, എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ പാർട്ടിയുമായി സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനങ്ങൾ. ഈ ഒരു ആവശ്യം 2 കൗൺസിൽ മീറ്റിങ്ങിൽ നഗരസഭയെ അറിയിച്ചു, ചെയർമാനെ അറിയിച്ചു, ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ബഡ്ജറ്റ് മീറ്റിങ്ങിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചു. അപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച നഗരസഭയ്ക്ക് ഉള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ള വടക്കാഞ്ചേരി നഗരസഭയെ അധിക്ഷേപിക്കാനുള്ള ഒരു അവസരമായിട്ട് പ്രതിപക്ഷം കാണുന്നു എന്നുള്ള തരത്തിൽ ഒരു വലിയ മീഡിയ ക്യാമ്പയിൻ കൊടുക്കുകയും സോഷ്യൽ മീഡിയയിൽ ഒരു പ്രസൻസ് അറിയിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു നാടകമാണെന്നൊക്കെ പറഞ്ഞ് ചെയർമാൻ ഞങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റുകളെ, പ്രതിപക്ഷ കൗൺസിലർമാരായിട്ടുള്ള എല്ലാവരുടെയും സ്റ്റേറ്റ്മെൻറ്റുകളെ തള്ളി പറയുകയായിരുന്നു. ഇത്തരം ഒരു രേഖ വടക്കാഞ്ചേരി നഗരസഭയിൽ എത്തിയിട്ടുണ്ട്. അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. കാരണം ഇതിനു മുമ്പുള്ള 2 കൗൺസിൽ മീറ്റിങ്ങുകളിലും ഈ രേഖകളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് തന്നെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ നിമിഷം വരെ ഇത് ഈ ഓഫീസിലേക്ക് നഗരസഭ ഒരു മറുപടി കൊടുത്തിട്ടില്ല. അത് ചോദ്യം ചെയ്ത എല്ലാവരെയും വളരെ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുകയാണ് ചെയർമാൻ ചെയ്തിട്ടുള്ളത്. രാഷ്ട്രീയം കളിച്ച് വികസനം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. അത് ചോദ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റ് പറ്റിയെന്ന് ഒന്ന് സമ്മതിക്കാൻ ശ്രമിക്കുക.
ക്രിയാത്മകമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ മാത്രം തന്നെയാണ് നല്ല രീതിയിൽ വികസനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ, നല്ല രീതിയിൽ ഒരു നഗരസഭ പ്രവർത്തിക്കാനും കഴിയുള്ളൂ. അപ്പോൾ അത്തരം വിമർശനങ്ങൾ വരുമ്പോൾ ഞങ്ങളെ തർക്കിച്ച് വിജയിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള രേഖകളൊക്കെ ഞങ്ങളൊന്ന് മാധ്യമങ്ങൾക്ക് കൈമാറുകയാണ്. VCV ന്യൂസ് വടക്കാഞ്ചേരി.